കുഞ്ഞുനാളെ മുതലേ ക്ലാസ് റൂമുകളിൽ നമ്മൾ കേട്ട് മനസ്സിൽ പതിഞ്ഞിട്ടുള്ളതും പിന്നീട് ഭാവിയിൽ നമ്മൾ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതുമായ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാമതല്ലേ നമ്മുടെ വെനീസ്. ഇന്ന് നമുക്ക് നമ്മുടെ ട്രിപ്പ് വെനീസിലോട്ടായാലോ? ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോണത്. അപ്പോൾ എല്ലാവർക്കും ഈ വെനീസ് ട്രിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ട്രിപ്പ് ആരംഭിക്കുന്നത് വെറോണയിൽ നിന്നാണ്. ഇവിടുന്ന് ഞങ്ങൾ ട്രെയിൻ എടുത്ത് റെജണാലെ വെലോച്ച എന്ന് പറഞ്ഞ ട്രെയിനാണ് എടുത്തത്. ഏകദേശം 1 മണിക്കൂർ 25 മിനിറ്റും കൊണ്ട് ഞങ്ങൾ സാന്താ ലൂച്ചിയ വെനേസിയയിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്വയറിലോട്ടാണ് വരുന്നത്, അതായത് പിയസാലെ റോമ സ്ക്വയർ. ഇവിടെ നിന്ന് വാട്ടർ ടാക്സി എടുത്താണ് നമ്മൾ സെൻറ്റ് മാർക്കസ് സ്ക്വയറിലോട്ടും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ നമ്മൾ ഇവിടെയെല്ലാം നമ്മുടെ ഇതിൻ്റെ ഓരോ മുക്കും മൂലയും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കാൽനടയായിട്ടാണ്. അതിൻ്റെ വൈബ് വേറെ ഒന്നല്ലേ. ഇനി നമ്മൾ റോഡും ബസ്സും കാറും ഒന്നുമില്ലാത്ത അത്ഭുതങ്ങളും നിഗൂഢതകളും നിറഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 118 ദ്വീപുകളാൽ ചുറ്റപ്പെട്ട ലഗൂണായ വെനീസ് സിറ്റിയിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഈ സ്ക്വയറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. അതിലാദ്യം നമ്മൾ കാണുന്നത് ഇവിടെ സാന്താ മരിയ ദി നസ്രത്ത് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. നമുക്ക് ആ പള്ളിയിൽ ആദ്യം ഒന്ന് കയറാം. ഞാൻ ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും കയറിയിട്ടില്ലായിരുന്നു. നേരെ അങ്ങോട്ട് സെൻറ്റ് മാർക്കസ് സ്ക്വയറിലോട്ട് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ പള്ളിയിൽ കയറുകയാണ്. ഈ പള്ളിയുടെ അൾത്താര ഏകദേശം നമ്മുടെ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അൾത്താരയായിട്ട് രൂപസാദൃശ്യമുണ്ട്. കാലപ്പഴക്കം ഉണ്ടെങ്കിലും ഇപ്പോഴും പ്രൗഢിയോടുകൂടി തന്നെ നിൽക്കുന്ന ഒരു നല്ലൊരു പള്ളിയാണിത്. ഇതിൻ്റെ 2 സൈഡിലും ചെറിയ ചെറിയ അൾത്താരകളുണ്ട്. ഇവിടുത്തെ ഈ മാതാവിൻ്റെ സ്റ്റാച്ചു ആണെങ്കിലും പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. കളറിലും രൂപത്തിലും എല്ലാം വ്യത്യാസമുണ്ട്. പലതരം കൊത്തുപണികളാലും മാർബിൾ വർക്കിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഇവിടെ നല്ലൊരു ഉണ്ണീശോയുടെ രൂപമുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോളി ഫാമിലിയുടെ സ്റ്റാച്ചു ആണ് ഇവിടെ മാർബിളിൽ തീർത്തേക്കുന്നത്. ഈ അൾത്താരയിൽ അതാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സെൻറ്റ് സെബസ്ത്യാനോസിൻ്റെ ഒരു മാർബിൾ സ്റ്റാച്ചുവും കാണാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഒരു സ്പെഷ്യലായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നി. വേറെ അടുത്തും ഇങ്ങനത്തെ രൂപങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് ആ മെയിൻ അൾത്താരയുടെ മകുടവും അതിൻ്റെ അൾത്താരയൊക്കെയാണ് കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് അധികം താമസിക്കാതെ തന്നെ പുറത്തോട്ടിറങ്ങിയേക്കാം. അതിനുശേഷം അതിൻ്റെ ഈ ചർച്ചിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ പേര് പോന്തെ ദേ സ്കാൽസി എന്നാണ്. ആ ബ്രിഡ്ജിലൂടെ നമ്മൾ കയറിയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോണത്. ഗ്രാൻഡ് കനാലിന് കുറുകെ മെയിനായിട്ട് 4 മെയിൻ ബ്രിഡ്ജുകളാണുള്ളത്. അതിലൊന്നാമത്തെയാണിത്. ഇവിടെ നിന്നുള്ള നമ്മുടെ ഈ കാഴ്ച കാണാൻ നല്ല രസമുണ്ട്. അതായത് നമ്മുടെ ഹൈവേ റോഡ് പോലെയാണ് ഇവിടുത്തെ ട്രാഫിക്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ ടാക്സികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നമുക്ക് കാണാനുള്ളത് മെയിനായിട്ടുള്ളത് പോന്തെ റിയാൽത്തോയും സെൻറ്റ് മാർക്കസ് സ്ക്വയറുമാണ്. നമ്മളിത് അങ്ങോട്ടാണ് പോണത്. ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് കാൽനടയായിട്ട് അവിടെ എത്താം. ഇങ്ങനെയുള്ള ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും അങ്ങോട്ട് പോകുന്നതിനുള്ള ഡയറക്ഷൻസ്. അപ്പം നമുക്ക് അതിനെ ഫോളോ ചെയ്ത് പോകാം. നമുക്ക് ഇങ്ങനെ വഴിയൊന്നും തെറ്റിപ്പോകുന്നു നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ചെല്ലുന്നത് അങ്ങോട്ട് തന്നെയാണ്. ഇവിടുത്തെ ടൂറിസ്റ്റുകൾ മെയിൻ എല്ലാവരും തന്നെ അങ്ങോട്ടാണ് പോകുന്നത്. കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നവർ കാണും. നമ്മൾ അങ്ങോട്ട് പോകുന്ന ജനസാഗരത്തെ അങ്ങ് പിന്തുടർന്ന് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സൈഡിലെ ഇടനാഴികളിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെ പല പല ഷോപ്പുകൾ കാണാൻ സാധിക്കും. ഇതൊരു വൈൻ ഷോപ്പാണ്. ഇവിടെ ഒരു ഏകദേശം വലിയൊരു വൈൻ ഷോപ്പ് എന്ന് തന്നെ പറയാം. എല്ലാത്തരം വൈനുകൾ ഇവിടെ കാണുന്നുണ്ട്. വെളിയിൽ തന്നെ കാണാൻ നമുക്ക് സാധിക്കും. ഇവിടെ അടുത്ത് മുറാനോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ദ്വീപുണ്ട്. അവിടെ ഒരു ഗ്ലാസ് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഈ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ. ഇത് കണ്ടോ, ഹോട്ട് എയർ ബലൂൺ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്ത് രസമാണ് നോക്കി. ഇത് കണ്ടോ ഈ മുഖംമൂടികൾ. ഇത് വെനീസ് സിറ്റിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇത് പല സൈസിലുള്ളതുണ്ട്. ഇനി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് കണ്ടോ, ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് ഇത്രയേ ഉള്ളൂ. വളരെ നാരമായിട്ടാണ്, എങ്കിലും അത് ക്ലീനായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. മെയിൻ്റെനൻസിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും കാര്യത്തിൽ ഇറ്റലിക്കാർക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. എല്ലാം അതിൻ്റേതായ തനിമയിൽ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള കഴിവ് അപാരം തന്നെയാണ്. ഈ ഇടവഴികളിൽ നമുക്ക് വയലിൻ വായിക്കുന്നവരെയും അതുപോലെ പിയാനോ വായിക്കുന്നവരെയൊക്കെ കാണാൻ സാധിക്കും. അവരിങ്ങനെ ഈ ടൂറിസ്റ്റിനെ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി തന്നെ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരാണിവർ. കാലാവസ്ഥ നല്ല ചൂടായിരുന്നു. എങ്കിലും തണുപ്പിൻ്റേതായ ഒരു ശകലം, ഒരു വിൻ്ററിൻ്റെ ശകലം ബാക്കി നിൽക്കുന്ന കാരണം കുഴപ്പമില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫിഷ് മാർക്കറ്റാണ് കേട്ടോ.
ഇത് അങ്ങോട്ട് പോയപ്പോഴാണ് അവിടെ കണ്ടത്. ഇത് കണ്ടോ, ആ പക്ഷികൾക്ക് അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ഗബ്യാനോ എന്നാണ്. വലിയ പക്ഷിയാണ് കേട്ടോ. നമുക്കിത് ഇത്രയും ദൂരെ നിന്ന് കാണുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ തോന്നുന്നത്. മീൻസ് കാക്കേക്കാലും വലുതെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിലോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾ ഈ ഫിഷ് മാർക്കറ്റ് കണ്ടുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നതാണ്. തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു താനും കേട്ടോ. ഇവിടെ ഈ കാണുന്ന തടി പോസ്റ്റുകളും വെള്ളത്തിൽ നിർമ്മിച്ച ഈ കെട്ടിടങ്ങളും ഈ ബോട്ടുകളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കിഴക്കിൻ്റെ വെന്നീസായ ആലപ്പുഴയുടെ ഒരു ചിത്രമാണല്ലേ മനസ്സിലോട്ട് വരുന്നത് അല്ലേ. വ്യാപാരിയും അഡ്വഞ്ചറുമായ മാർക്കോപോളോയുടെ ജന്മസ്ഥലവും ഇവിടെ തന്നെയാണ് കേട്ടോ. വീട് എനിക്ക് ശരിക്കും അറിയത്തില്ല എവിടെയാണെന്ന്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, ഒരു ജനസാഗരം മുന്നിലുണ്ട്. അതുകൊണ്ട് വഴി തെറ്റി പോകുന്ന നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് നമുക്ക് പ്രച്ഛന്ന വേഷരായ മനുഷ്യരെ ഇങ്ങനെ കാണാൻ പറ്റും. അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഈ വെനീസിലെ കാർണിവൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ റിയാൾട്ടോ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഈ മാസ്കുകളാണ് കാണാനുള്ളത്. ഒരു ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഷോപ്പും കാണും. ഇങ്ങനെ മാസ്കുകളൊക്കെ വെച്ചിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ കടകളാണ്, വെച്ചുവാണിക്കട പോലത്തെ കടകളാണ്. ഇവിടെ നമുക്ക് സ്വനീറൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതുണ്ടോ, അതുപോലെ നല്ല കൊമ്പള പോലെ തന്നെ ഗ്ലാസും കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ റിയാൾട്ടോ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഫോട്ടോ എടുക്കപ്പെട്ട പാലങ്ങളിലൊന്നാണിത്. ഗ്രാൻഡ് കനാലിന് മേലിലുള്ള ഏറ്റവും വലിയ പാലവും വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പാലവും ഇതാണ്. ഈ ബ്രിഡ്ജിൻ്റെ ശരിക്കുമുള്ള വലിപ്പവും അതിൻ്റെ ആ സൗന്ദര്യവും അറിയണേ നമുക്ക് ബോട്ട് യാത്ര ചെയ്ത് ആ ബോട്ടയിൽ ഇരുന്നുകൊണ്ട് അതിനെ കണ്ടാലേ അതിൻ്റെ ശരിക്കും അതിൻ്റെ ആ സൗന്ദര്യവും വലിപ്പവും ഒക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഈ ബ്രിഡ്ജിൻ്റെ രണ്ട് വശത്തായിട്ടും വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകൾ, അതായത് ഗാർമെൻറ്റ്സ്, ജൂവലറീസ്, പെർഫ്യൂം എല്ലാത്തിൻ്റെയും ഉണ്ട്. രണ്ട് സൈഡിലും ഉണ്ട്. നമ്മൾ ഈ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി മുമ്പോട്ട് ഇടനാഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത് കണ്ടോ, ചോക്ലേറ്റ് കൊണ്ട് ഒരു ഫാളം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വാട്ടർഫോൾ പോലെ തന്നെ ചോക്ലേറ്റും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതിന് നമ്മുടെ റിയാൾട്ടോ ബ്രിഡ്ജിൻ്റെ അതേ ഷേപ്പിലാണ് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. കണ്ടോ, അതേ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്ത് രസമല്ലേ കാണാൻ. ഇത് ഞാൻ പറഞ്ഞ ഗ്ലാസിൻ്റെ വീണ്ടും വന്നേക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞു 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 സാധനങ്ങളാണ്. ഇനിയിപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സെൻറ്റ് മാർക്കോസ് സ്ക്വയറിലോട്ടാണ്. ഇത് കണ്ടോ, അതിനോടുള്ള വഴിയൊക്കെ കണ്ടോ. ഇവിടുത്തെ ഇഷ്ടികകളും ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആ നൂറ്റാണ്ടുകളുടെ പഴക്കം നമുക്ക് മനസ്സിലാവും. ഇതെത്തിക്കഴിഞ്ഞു വെനീസിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ഗൊണ്ടോല. ഇത് കണ്ടാൽ തോന്നുന്നു ഒരു ചെറിയ വഞ്ചിയാണെന്ന്. പക്ഷേ എന്നാൽ ഇത് ആഡംബരത്തിൻ്റെയും പ്രൗഢിയുടെയും കൂടെ ഒരു ചിഹ്നമാണ്. 500-ൽ പരം ഗൊണ്ടോളകളാണ് വെനീസിലുള്ളത്. എല്ലാത്തിനും ഒരേ കളറാണ്, ബ്ലാക്ക്. പിന്നെ 80 യൂറോയാണ് 30 മിനിറ്റ് ഈ ബോട്ട് യാത്രയ്ക്ക്. ഇതേ നമ്മൾ നടന്ന് ഏകദേശം സെൻറ്റ് മാർക്കസ് സ്ക്വയറിലോട്ട് എത്താറായി കഴിഞ്ഞു. ഇതാ അവിടെ കാണുന്നതാണ് സെൻറ്റ് മാർക്കസ് സ്ക്വയർ. ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ഏകദേശം 5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. സെൻറ്റ് മാർക്കസ് ബസിലിക്കയുടെ ഒരു സൈഡിലോട്ടാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നിന്ന് വേണേൽ പറയാം. ഇവിടെയോട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് വരാം. ഇവിടെ നിന്ന് നമ്മൾ നേരെ നോക്കിയാൽ കാണുന്നത് ഡോജസ് പാലസിൻ്റെ കോർട്ട്യാർഡ് പ്ലേസ് ആണ് കാണുന്നത്. ഈ കൊട്ടാരത്തിൽ അന്നത്തെ കാലത്ത് വെനീസിൻ്റെ പരമോന്നതാധികാരിയായിരുന്ന ഡോക്സ് ഓഫ് വെനീസിൻ്റെ വസതിയായിരുന്നിത്. ഈ പാലസിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായിട്ട് കാണുന്നത് ഒരു ഗോൾഡൻ സ്റ്റേഴ്സ്, പിന്നെ മാർസ്, നെപ്റ്റ്യൂൺ എന്നീ ദേവന്മാരുടെ പടങ്ങളുണ്ട്. അതിൻ്റെ സ്റ്റാച്യു ആയിട്ടും ഉണ്ട്. അതവിടെ വാൾ പെയിൻറ്റിലും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ സെൻറ്റ് മാർക്കോസ് ബസിലിക്കയുടെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ആ പ്രൗഢിയും അതിൻ്റെ ആ സൗന്ദര്യവും കണ്ടോ. ഇത് ബൈസൻ്റെയിൻ ശൈലിയിലുണ്ടാക്കിയതാണ്. ഇതിന് 5 താഴികക്കുടങ്ങളുണ്ട്. നമുക്കതിൻ്റെ മേളിലെല്ലാം ടിക്കറ്റ് എടുത്ത് കയറി കാണാവുന്നതാണ്. ഇത് കണ്ടോ, ഇത് മുഴുവൻ ഗോൾഡ് പൂശേക്കുമാണ്. ശരിക്കും ഇതിൻ്റെ പേര് ചർച്ച് ഓഫ് ഗോൾഡ് എന്ന് തന്നെയാണ്. ഇവിടെയാണ് വിശുദ്ധ സെൻറ്റ് മാർക്കോസിൻ്റെ ഭൗതിക ശരീരം ഒരു പ്രത്യേക അൾത്താരയിലാണ് സൂക്ഷിച്ചേക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പം കാണാവുന്നതുമാണ്. ഈ ഭൗതിക ശരീരം അതുപോലെ തന്നെ ഈ ഇവിടെ കാണുന്ന ഈ 2 വെൺകല കുതിരകൾ, പിന്നെ നമ്മുടെ സ്ക്വയറിൻ്റെ അറ്റത്തായിട്ട് കാണുന്ന 2 സ്തൂപങ്ങൾ, ഇവയെല്ലാം ഇവിടെ എത്തിച്ചേർന്നതിന് ഒരു ചരിത്രമുണ്ട്. ഒരു ഗൈഡ് പറഞ്ഞു തന്നതാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന വെനീസ് അന്ന് ലോകത്തിലെ തന്നെ ഒരു നമ്പർ 1 വ്യാവസായിക തുറമുഖമായിരുന്നു.
ബുദ്ധിയിലും ശ്രദ്ധയിലും അഗ്രഗണ്യരായ ഈ വെനീസിലെ വ്യാപാരികളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അലക്സാണ്ട്രിയയിലെ മുസ്ലിം അധികാരികൾ ബന്ദികളാക്കി. അവർ ആ അവസരം മുതലെടുത്ത് അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധ സാൻ മർക്കോസിൻ്റെ ഭൗതിക ശരീരവും അതുപോലെ മറ്റു സാധനങ്ങളും മോഷ്ടിച്ചെടുത്ത് ആനിമൽ ഫാറ്റിനകത്ത് പൊതിഞ്ഞ് അവർ വെനീസിൽ കൊണ്ടുവരികയും അവിടെ ഒരു ദേവാലയം ഉണ്ടാക്കുകയും അങ്ങനെ വിശുദ്ധ മർക്കോസിനെ വെനീസിൻ്റെ സംരക്ഷണ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ സെൻറ്റ് മാർക്കസ് സ്ക്വയർ പറയുവാണെങ്കിൽ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സ്ക്വയർ കൂടിയാണ്. അങ്ങനെ ഈ വെനീസിൻ്റെ ഓരോ മുക്കിനും മൂലയ്ക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ഈ സ്ക്വയറിൻ്റെ അറ്റം ചെന്ന് ചേരുന്നത് അഡ്രിയാറ്റിക് കടലിൻ്റെ തീരത്തേക്കാണ്. ഇവിടെയാണ് ഗൊണ്ടോലകളുടെ കടവ് സെൻറ്ററും ഇവിടെയാണ്. ഇനി ഇതിൻ്റെ അടുത്തായി കാണുന്നത് ഈ ബെൽ ടവറാണ്. ഇത് 1912 സ്ഥാപിച്ചത്, പുനർനിർമ്മീകരിച്ചത്. അപ്പോൾ ഇതിന് 98.6 മീറ്റർ പൊക്കമുണ്ട്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിൽ കയറാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾക്ക് വെനീസ് നഗരത്തിൻ്റെ മുഴുവൻ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മണിമാളികയുടെ മുകളിലുള്ള ബെല്ലുകൾ വളരെ ആകർഷണീയമാണ്. 6 പ്രത്യേക സൈസിലുള്ള ബെല്ലുകളാണുള്ളത്. ഓരോന്നിനും പ്രത്യേക ട്യൂണുകളാണുള്ളത്. ഇതാണ് ഗൊണ്ടോലകളുടെ മെയിൻ സ്റ്റേഷനാണിത്. കണ്ടോ, ഇങ്ങനെ ആ നീല തടാകത്തിൽ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്. എന്നാ രസമാണെന്ന് നോക്കിയേ. ഇത് സെൻറ്റ് മാർക്കസ് സ്ക്വയറിലെ ഉച്ചയ്ക്കത്തെ ഒരു വ്യൂ ആണ്. നോക്കിയേ, ഇത് വളരെ ശാന്തമാണ്. എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് ഈ സ്ക്വയറിൽ ഇപ്പോൾ ആൾക്കാരുടെ കുറവുണ്ട്. ഈ സ്ക്വയറിൽ തന്നെ നമുക്ക് ഗൊണ്ടോല റൈഡുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൗണ്ടറുകൾ ഇവിടെയുണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഈ ചെറിയ തടിപ്പാലത്തിൽ കൂടെ കയറി ഗൊണ്ടോലയിൽ നമുക്ക് കയറി റൈഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വലിയ തടിപ്പാലം നമുക്ക് വലിയ ബോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ബോട്ട് എടുക്കാനായിട്ട് ഈ തടിപ്പാലത്തിൻ്റെ അങ്ങോട്ട് ചെന്നാണ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടിന് നല്ല സൗകര്യമുണ്ട്. ഇവിടെ നോക്കുമ്പം അങ്ങേക്കരയിൽ കാണുന്ന അതിമനോഹരമായ പള്ളിയാണ് സെൻറ്റ് ജോർജോ മജോറെ. ഇത് 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ചർച്ചാണ്. നവോത്ഥാന ശൈലിയിലും തിളങ്ങുന്ന വെളുത്ത മാർബിളിൽ നിർമ്മിച്ച ഈ പള്ളി തടാകത്തിലെ നീല വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വളരെ രസമുണ്ട്. ഇതും ഇവിടുത്തെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സെൻറ്റ് മാർക്കസ് സ്ക്വയർ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലായിട്ട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഈ സെൻറ്റ് മാർക്കസ് സ്ക്വയറിൽ വന്നിട്ടേ പോകാറുള്ളൂ. ഇതാണ് മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ. ഇത് കണ്ടോ, നമ്മൾ ഇനി പയ്യെ തിരിച്ചു പോകാനുള്ള തിരക്കിലാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇവിടുത്തെ ക്ലോക്ക് ടവറാണ്. ഇത് 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതും വെനീസിൻ്റെ പ്രൗഢിയും സമ്പത്തും വിളിച്ചറിയിക്കുന്ന ഒന്നാണ്. ഇതുകൊണ്ട് ഇപ്പോഴും ബെൽ ടവറിൻ്റെ അവിടെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. മേലിലോട്ട് കയറാനുള്ള ടൂറിസ്റ്റുകളുടെ തിരക്കാണ് അവിടെ. ഇതുകൊണ്ട് ഈ ഡോജസ് പാലസിനോട് ചേർന്ന് തന്നെയാണ് ഈ ബെൽ ടവർ സ്ഥാപിച്ചേക്കുന്നത്. ഇത് 4 നിലകളിലായിട്ടാണ് കാണുന്നത്. ഒന്നാമത് ഒരു ബെല്ലുണ്ട്. അത് കഴിഞ്ഞ ശേഷം സെൻറ്റ് മാർക്സിൻ്റെ ചിഹ്നമായ ചിറകുള്ള സിംഹം, അതിനുശേഷം 3 രാജാക്കന്മാരുടെ ഒരു പരമുണ്ട്. വീണ്ടും അതിന് താഴെ ഉണ്ണീശോയെ മടിയിലിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാതാവ്. അതിനുശേഷമാണ് ഈ ക്ലോക്ക് കാണിച്ചേക്കുന്നത്. അപ്പം നമ്മൾ അവസാനമായിട്ട് വെനീസിനോട് യാത്ര പറഞ്ഞ് തിരിച്ച് നമ്മുടെ ഇടനാഴികളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ റിയാൾട്ടോ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇടനാഴികളും കുഞ്ഞു പാലങ്ങളും എല്ലാം കിടന്ന് നമ്മുടെ ആദ്യത്തെ പാലമായ പോന്ത ദെ സ്കാൽസിയിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഇവിടെ നിന്ന് നമുക്ക് സാന്താ മരിയ ദെല്ല നസ്രത്തും റെയിൽവേ സ്റ്റേഷൻ്റെ പിയാസായും ഒക്കെ കാണാൻ സാധിക്കും. ഇതുണ്ടോ, ഇത് നമ്മൾ കയറിയ ആ പള്ളിയാണിത്. അതിപ്പോഴും ഓപ്പണാണ്. വൈകുന്നേരം 5 മണിയാണ് സമയം.
ഇത് നമ്മൾ നടന്നിപ്പം നമ്മൾ റോമ സ്ക്വയറിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇവിടുന്ന് നമുക്കിനി ട്രെയിൻ എടുത്ത് വെറോണയ്ക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്